നമസ്കാരം. പി.വി. അൻവറിന്റെ UDF മുന്നണി പ്രവേശനം എളുപ്പമാകില്ല. അൻവറിനെതിരെ വിവിധ കോണുകളിൽ നിന്നും എതിർപ്പ് ശക്തമാവുകയാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗവും ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ളവരും അൻവറിനെ മുന്നണിയിലെടുക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ നിലപാടിലാണ്. ഇതിനിടെയും ലീഗിലെ ഒരു വിഭാഗത്തിന് അൻവറിനോട് താല്പര്യമുണ്ടെന്നും എന്നാൽ ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്ന അൻവറിനെ UDFൽ എടുക്കരുതെന്ന ആവശ്യവുമായി ഒതായി മനാഫിന്റെ കുടുംബവും രംഗത്തെത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ നേരിൽ കണ്ട ഒതായി മനാഫിന്റെ കുടുംബം അൻവറിനെ UDF പ്രവേശനത്തിൽ ആശങ്ക അറിയിച്ച കത്തും നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയ്ക്കെതിരെ നിൽക്കുന്ന ആളാണ് അൻവറെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. 1995 ലീഗ് പ്രവർത്തകനായ ഒതായി മനാഫിനെ കൊലപ്പെടുത്തിയ കേസിൽ പി.വി. അൻവർ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. എന്നാൽ ഒന്നാം സാക്ഷി കൂറുമാറിയതിനെ തുടർന്ന് അൻവറിനെ കോടതി വെറുതെ വിട്ടു. മനാഫിന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചാണ് അൻവർ UDFൽ പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അൻവറിനെ ലീഗിലോ UDFലോ എടുത്ത മനാഫിന്റെ ഓർമ്മകളെ അവഹേളിക്കരുതെന്നും സാദിഖ് അലി തങ്ങൾക്ക് നൽകിയ കത്തിൽ പറയുന്നു. 1995 ഏപ്രിൽ 13 ഒതായി അങ്ങാടിയിലാണ് ഓട്ടോ ഡ്രൈവർ പള്ളിപ്പറമ്പൻ അബ്ദുൾ മനാഫ് കൊല്ലപ്പെട്ടത്. മനാഫിന്റെ പിതാവ് ആലിക്കുട്ടിയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന P.V. ഷൗക്കത്ത് അലിയുടെ വീട്ടിൽ വെച്ച് മകൻ P.V. അൻവറിന്റെയും മാലങ്ങാടൻ ഷെഫീഖ്, മാലങ്ങാടൻ സിയാദ, മാലങ്ങാടൻ ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി മാരകായുധങ്ങളുമായി എത്തിയ സംഘം അബ്ദുൾ മനാഫിന്റെ വീട് കയറി ആക്രമിക്കുകയും തുടർന്ന് ഒതായി അങ്ങാടിയിലെത്തി അബ്ദുൾ മനാഫിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ്. P.V. അൻവർ ഉൾപ്പെടെ 26 പേരാണ് കേസിൽ പ്രതികളായത്. പ്രധാന സാക്ഷി കൂറുമാറിയതോടെ 4ാം പ്രതിയായ P.V. അൻവർ അടക്കം 21 പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ P.V. ഷൗക്കത്ത് അലി മരിക്കുകയും ചെയ്തു. കേസിലെ മുഖ്യപ്രതിയും P.V. അൻവറിന്റെ സഹോദരി പുത്രനുമായ എടവണ്ണ സ്വദേശി ഷഫീഖ് 25 വർഷത്തിന് ശേഷം 2020 ജൂൺ 24 കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലാവുകയും ചെയ്തു. എളമരം, മപ്രം, പയ്യനാട്ട് തൊടി, എറക്കോടൻ ജാബിർ എന്ന കബീർ, നിലമ്പൂർ ജനതപ്പടിയിലെ കോട്ടപ്പുറം മുനീഗ്, 1ാം പ്രതി ഷഫീഖിന്റെ സഹോദരൻ മലങ്ങാടൻ ഷെരീഫ് എന്നിവരാണ് മറ്റു പ്രതികൾ. അതേസമയം അൻവറിന്റെ UDF പ്രവേശനത്തിന് തിരക്കിട്ട് തീരുമാനമെടുക്കേണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പല കാര്യങ്ങളിലും അൻവർ ഇനിയും വ്യക്തത വരുത്തണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തിയ പരാമർശത്തിനും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി നടത്തിയ അഴിമതി ആരോപണത്തിനും തിരുത്തു വേണമെന്നാണ് നിലപാട്. ഇതിനുശേഷം മാത്രമേ അൻവറിന്റെ UDF പ്രവേശനം ആലോചിക്കൂ എന്നാണ് നേതാക്കൾ നേതൃത്വത്തിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ പ്രതികരിച്ചിരുന്നു. അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിൽ വ്യക്തിപരമായി എതിർപ്പില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അൻവർ നല്ല സുഹൃത്തും മുൻ സഹപ്രവർത്തകനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ യോജിപ്പുണ്ടെങ്കിലും മുന്നണി പ്രവേശനം ഇതേവരെ ചർച്ചയായിട്ടില്ലെന്നും ഇന്നലെ രമേശ് ചെന്നിത്തല MLAയും പ്രതികരിച്ചിരുന്നു. വനനിയമ ഭേദഗതി പ്രതിഷേധത്തിന് പിന്നാലെ അറസ്റ്റിലായ അൻവറുമായി പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. എന്തായാലും P.V. അൻവറിന്റെ കോൺഗ്രസ് രംഗപ്രവേശനം അനിശ്ചിതാവസ്ഥയിലാണ്. പലയിടങ്ങളിൽ നിന്നായി അൻവറിനെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും P.V. അൻവറിന് ഏത് മുന്നണിയിൽ ഇനി തുടരും എന്ന കാര്യത്തിൽ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും.